എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണല്ലോ നാർസിസിസം, അതേപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാം അല്ലെ. അപ്പൊ നമ്മളിത് നോക്കാൻ പോകുന്നത് നാർസിസിസം എന്ന് പറഞ്ഞ വേർഡിന്റെ എറ്റിമോളജിയാണ്. സോ ദിസ് ഈസ് അവർ ഡേ 10 ഫ്രം ദ നോ യുവർ വേർഡ് സീരീസ്. നാർസിസിസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ഹി വാസ് സോ ഹാൻസം. അദ്ദേഹത്തിന് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. നമ്മൾ പറയാറുണ്ട് നാർസിസിസ് വാസ് എ മാൻ ഹു ഫെൽ ഫോർ ഹിംസെൽഫ് എന്നുള്ളത്. അതായത് സ്വന്തം ബ്യൂട്ടി ഒരു കേഴ്സായി മാറിയ ഒരു ക്യാരക്ടറാണ് നാർസിസസ്. ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പേരൻസിനോട് പ്രോഫറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹി വുഡ് ലിവ് സോ ലോങ് അണ്ടിൽ ഹി ഫൈൻഡ് ഔട്ട് ഹിംസെൽഫ് എന്നുള്ളത്. ഒരു ദിവസം ഹണ്ടിങ്ങിന് പോയ സമയത്ത് ഹി വാസ് ഫീലിംഗ് സോ തേഴ്സ്റ്റി ആൻഡ് ഹി വെന്റ് ടു എ നിയർ ബൈ പോണ്ട്. ആ പോണ്ടിലേക്ക് നോക്കിയപ്പോൾ, ആ കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട തന്റെ ഫേസിന്റെ അല്ലെങ്കിൽ തന്റെ ബോഡിയുടെ റിഫ്ലക്ഷൻ അദ്ദേഹം കുറേ നേരം നോക്കി നിന്ന് ആ ഒരു റിഫ്ലക്ഷനോട് അദ്ദേഹത്തിന് വളരെയധികം ഒരു ലവ് തോന്നുകയും അങ്ങനെ അദ്ദേഹം ആ ഒരു പോണ്ടിൽ നിന്ന് വെള്ളം കുടിച്ച സമയത്ത് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, അതോടുകൂടെ ആ ഒരു റിഫ്ലക്ഷൻ ഇല്ലാതാകുന്നത്. അതിനുശേഷം ഈ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ പ്രതിബിംബം നഷ്ടമാകുമെന്ന പേടി കൊണ്ട് വെള്ളം കുടിക്കാതെ ദാഹിച്ച് വലഞ്ഞു മരിച്ച ഒരാളാണ് നാർസിസിസ് എന്ന് പറയുന്നത്. ഇതുപോലെ സ്വന്തം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വന്തം ഒരു സെൽഫിനോട് ഓവർ ആയിട്ടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഓവർ കോൺഷ്യസ്നെസ് ഉണ്ടാവുകയും മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാതെ സ്വന്തം ഓവർ ഒബ്സസ്ഡ് ആയിട്ട് പോകുന്ന ആളുകളെ നമ്മൾ പറയുന്നത് പോലെയാണ് നാർസിസസ് എന്നുള്ളത്. ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെയാണ് നമ്മുടെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. So this is all for today and we will meet with another interesting etymology. If it felt interesting, follow for more.